ഓക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഇത് കയറി വന്നു. ഇതെൻ്റെ സ്റ്റേയിലുണ്ടായിരുന്ന ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ആയിരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്ന് നിന്നാവോ? ഇത് നേരത്തെ വരേണ്ടിയിരുന്നതാണ്. ഓർഡർ പോയി. ഓക്കെ, ഇത് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ. ഇതിനി ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണോ അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഇടയിൽ മിക്സപ്പ് ആയോ എനിക്കറിയില്ല. ഓക്കെ, റൂം വ്യൂവിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ വന്ന് എൻ്റെ എഡിറ്റിങ്ങിൻ്റെ പോരായ്മകളാണ് ഈ കാണുന്നത്. ഞാൻ മിക്സപ്പ് ചെയ്തിട്ടതിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. എനിക്കിനി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, റൂമിൻ്റെ രണ്ടാമത്തെ ടൂറ് ഞാൻ ആർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. എന്നിട്ട് ഓക്കെ, ഞാൻ പിന്നെ എല്ലാം ഒതുക്കിയൊക്കെ വെക്കണമല്ലോ. ഇത് ഇത് പോണ ദിവസം രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങണതിന് മുന്നേ റൂം ടൂർ അതാ കണ്ടത്. ഇതേക്കട്ടെ ഫ്ലൈറ്റ് പോകണുണ്ട്. ആക്ച്വലി അത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തു ദ എലോൺ ടൈം. പതുത്തെ മെത്തയിൽ AC ഒക്കെ ഓൺ ചെയ്ത് സന്തോഷവതിയായി ഞാൻ. ഓക്കെ, വീണ്ടും ഈ പോഷ്യം വന്നു. നമ്മളെവിടെ വന്നു, കയറാൻ വന്നിരിക്കുന്നു. ഈ സാധനം നമ്മൾ 2 സ്ഥലത്ത് മിസ്പ്ലേസ് ആയോ എന്നൊരു സംശയം. ഓക്കെ, ഇനി ഇതാണ് ഞാൻ ബോർഡ് ചെയ്ത ഫ്ലൈറ്റിൻ്റെ പിക്ചർ. ആൻഡ് ഇത് നമ്മൾ ശരിക്കും പോകുന്ന ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ ശരിക്കും യാത്ര ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇത് തന്നെയല്ലേ, ഇതിനെങ്ങനെ തിരിച്ചു വരുന്നതാണോ ദൈവമേ? തിരിച്ചിരുന്ന് ഇതൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഇതാണ് ഫ്ലൈറ്റിലിരുന്നു. ഇപ്പോഴും എനിക്ക് ഉറപ്പില്ലായിരുന്നു പോകും എന്ന്. ഇനി ഇത് പൊങ്ങില്ലേ, ഇതിവിടെ തന്നെ ഇരിക്കുമോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലഗേജുകളൊക്കെ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഹോപ്പ് വന്നു. ഓക്കെ, ഞാൻ പോവുകയാണ്, ദിസ് ടൈം ഐ വിൽ ഗോ. ഓക്കെ, ആൻഡ് ഫൈനലി ഒരു സെൽഫി. അങ്ങനെ വണ്ടി നീങ്ങി എന്ന പോലെയൊക്കെ എത്തി. അപ്പോൾ ഞാൻ വിചാരിക്കുക പൊങ്ങോ ആൻഡ് സ്ലൈറ്റ്ലി അതിങ്ങനെ പയ്യെ പൊക്കത്തേക്ക് പോയി തുടങ്ങി. എനിക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേ അപ്പുറത്ത് കൂടിയൊക്കെ പ്ലെയിൻ പോകണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തരം ഫീലിംഗ് ആയിരുന്നു. ഇങ്ങനെ അത് പൊങ്ങുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളിൽ എന്തോ ഒരു സാധനം, ചിലപ്പോൾ സന്തോഷമായിരിക്കും, എനിക്കറിയില്ല. ഉള്ളിലുള്ള ആ സാധനത്തിനെയാണ് സന്തോഷം എന്ന് പറയണത്. എന്നിട്ട് പറന്ന് പൊക്കത്തോട്ട്. അപ്പം അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു സാധനം, ഇതിനിങ്ങനെ ഒരു വിങ്സ് ഉണ്ട്, ഇങ്ങനെ പൊങ്ങിയും താഴെയൊക്കെ ചെയ്യുവേ. അപ്പം ഞാനത് പൊങ്ങിയും താഴെയും കാണാൻ വേണ്ടി വീഡിയോ എടുക്കുന്ന സമയത്ത് അത് പൊങ്ങുന്നത് നിർത്തി. എന്നിട്ട് അതങ്ങനെ താഴ്ന്നു തന്നെ ഇരുന്നു. ഇടയ്ക്ക് പൊങ്ങും ഇടയ്ക്ക് താഴും, ചിറക് പോലെ. ഇതിപ്പം നമ്മൾ ഭൂമിയിൽ നിന്നും പയ്യെ പൊക്കത്തേക്ക് നീങ്ങി തുടങ്ങി. നമ്മൾ എയറിലാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞാൻ എയറിലേക്ക് പോയി തുടങ്ങി. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ചോദിച്ച് വിൻഡോ സീറ്റ് തന്നെ മേടിച്ചു. ഞാൻ ആദ്യത്തിൽ വിൻഡോ സീറ്റ് എടുത്താണ്, സെക്കൻഡ് ആക്കി തന്നതിലും വിൻഡോ സീറ്റ് മേടിച്ചു. അപ്പം ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ മേഘത്തിൻ്റെയൊക്കെ അടുത്തെത്തി. പക്ഷെ ഇതൊന്നും അല്ല മോനെ, ആ മേഘത്തിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നൊരു സാധനമുണ്ട്. എനിക്കറിയാം മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് അത് കിട്ടുമ്പോൾ നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഇല്ലേ, ആ സാധനമാണ്. ഞാൻ ആരോടും എനിക്ക് ഇത്ര എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇതിങ്ങനെ നശിപ്പിച്ച് കളയണം എന്നൊക്കെ ഓർത്തതാണ്. അങ്ങനെ ഞാൻ പറയുവാണ്. അങ്ങനെ ഗൂസ് ബോം ഫീലിംഗ് ആയിരുന്നു. ഓക്കെ, ഞാൻ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്തു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ ഇങ്ങനെ ആയിരിക്കും. എനിക്ക് ഇത് നോക്ക് മക്കളെ, മേഘത്തിൻ്റെ ഉള്ളിൽ ഞാൻ മേഘങ്ങളെ തൊട്ടുകൊണ്ട് ഫ്ലൈറ്റ് നീങ്ങി. ചിലപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. നോക്ക്, മേഘം ഒറിജിനലാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു. നമ്മളിങ്ങനെ താഴത്തു നിന്ന് മുകളിൽ നോക്കുമ്പോൾ മേഘം അവിടെ ഉണ്ട് എന്ന് കാണാറില്ല. പക്ഷെ ശരിക്കും ആ മേഘത്തിൻ്റെ ഇങ്ങനെ നീങ്ങി മേഘം ഇങ്ങനെ ഒരു ആവി പോലത്തെ ഒരു സാധനം, അതിൽ കൂടെ നമ്മളിങ്ങനെ നീങ്ങിപ്പോയി.